ഹലോ, വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബ്രേക്ക് പോയിന്റിലെ ഒരു പുതിയ ഫീച്ചറായ ഓർഡർ ബ്ലോക്ക് സോണിനെ കുറിച്ചാണ്. ആദ്യമേ തന്നെ ഈ സ്കാനർ നോക്കുന്നതിന് മുമ്പ് എന്താണ് ഓർഡർ ബ്ലോക്ക് സോൺ എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്നും സ്മാർട്ട് മണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്തരത്തിലുള്ളവരുടെ ഓർഡേഴ്സ് മാർക്കറ്റിൽ വരുമ്പോൾ വലിയൊരു മൂവ്മെന്റ് ആണ് വരുന്നത്. അവര് ഒരുപാട് കോടികളായിരിക്കും മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വലിയ ആളുകൾ മാർക്കറ്റിലേക്ക് പൈസ പമ്പ് ചെയ്യാൻ സാധ്യതയുള്ള സോണുകളാണ്. നമ്മൾ ഓർഡർ ബ്ലോക്ക് സോൺ ഫോളോ ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വലിയ ആളുകളുടെ പാത്താണ് പിന്തുടരുന്നത്, അല്ലാണ്ട് അവർക്ക് എഗെയിൻസ്റ്റ് അല്ല. പക്ഷെ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് ഒരു ന്യൂസോ അല്ലെങ്കിൽ ടിപ്പ് അതിനെ ബേസ് ചെയ്തിട്ട് വാങ്ങുമ്പോൾ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രൈസിൽ സ്റ്റോക്ക് വാങ്ങിക്കുകയും എന്നിട്ട് ഇത്തരത്തിൽ വരുന്ന ന്യൂസ് ആയി കഴിയുമ്പോൾ സ്മാർട്ട് മണി എന്ന് പറയുന്ന ഇവർ ഒരു ലിക്വിഡിറ്റി സോൺ ഉണ്ടാക്കുകയും ഈ സോണിൽ വെച്ചിട്ട് അവര് സ്റ്റോക്സ് ഓഫ്ലോഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഓഫ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കേറിയ സ്പീഡിൽ തന്നെ അതിലും സ്പീഡ് കൂടി പെട്ടെന്ന് തന്നെ പ്രൈസ് ഡ്രോപ്പ് ആവുകയാണ്. അങ്ങനെ നമ്മൾ കൂടിയ പ്രൈസിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൽ പെട്ടെന്ന് അകപ്പെട്ടു പോവുകയും ഒരു ലോങ് ടേമിൽ നമ്മുടെ പൈസ അവിടെ ബ്ലോക്ക് ആയി പോവുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളുടെ പാത്ത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള മിസ്റ്റേക്കുകൾ വരുത്താനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അടുത്ത നമുക്ക് എന്താണ് ആക്ച്വലി ഓർഡർ ബ്ലോക്ക് സോൺ എന്ന് നോക്കാം. ഓർഡർ ബ്ലോക്ക് സോൺ എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ്. ആ റേഞ്ചിൽ ലാർജ് ആയിട്ടുള്ള ബൈയും സെല്ലും ഓർഡേഴ്സുകൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇത് ഒരു ലിക്വിഡിറ്റി സോൺ എന്ന് പറയാം. അതായത് ഒരു വലിയ വോളിയം ആ സോണിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ബൈ ചെയ്യുന്നതിനാവാം അല്ലെങ്കിൽ സെൽ ചെയ്യുന്നതിനാവാം. ഈ സോണിനെ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വേണമെങ്കിലും വിളിക്കാം. അതായത് ഈ സോണായിരിക്കും ഒരു കീ ലെവലായിട്ട്, അതായത് ഫ്യൂച്ചർ പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് ഒരു കീ ലെവലായിട്ട് പലരും കാണുന്നത്. അതുപോലെ തന്നെ ഈ സോണിൽ പ്രൈസ് എപ്പോഴും ഒരു റീടെസ്റ്റ് ചെയ്യുന്നതായിട്ടും കാണാം നമുക്ക്. അതുകൊണ്ട് തന്നെ ഇതൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസോ ആയിട്ടും ആക്ട് ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ഒരു ഓർഡർ ബ്ലോക്ക് സോൺ ബൈക്കും സെല്ലിനും ഉണ്ടാവാം എന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും ബെയറിഷ് ഓർഡർ ബ്ലോക്കും ബ്രേക്ക് പോയിന്റിലൂടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്തത് എങ്ങനെ ഓർഡർ ബ്ലോക്ക് സോൺ ബ്രേക്ക് പോയിന്റ് സ്കാനറിൽ വന്ന ഓർഡർ ബ്ലോക്ക് സോൺ എങ്ങനെ റീഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്സ് ആണ്. ബുള്ളിഷ് ഓർഡർ ബ്ലോക്സ് സാധാരണ ഫോം ആവുന്നത് ഒരു ഡൗൺ ട്രെൻഡിലാണ്. ഇതിന്റെ കൺഫർമേഷൻ വരുന്നത് ഒരു ഓർഡർ ബ്ലോക്ക് സോണിന് മുകളിൽ നെക്സ്റ്റ് ഡേ ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴാണ്. സോ അങ്ങനെ വരുമ്പോൾ പ്രൈസ് ഓൾറെഡി ക്ലോസ് ആയത് ഓർഡർ